നമസ്കാരം. വിപ്ലവ സൂര്യനായ വി.എസ്. അച്യുതാനന്ദന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഗ്രീൻ ഇമേജ് സൃഷ്ടിച്ചു കൊടുത്തത് പ്രകൃതിയും കാടും കാട്ടാറും വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി വിഭവങ്ങളുമാണ്. വനം കയ്യേറ്റക്കാർക്കെതിരായ വി.എസ്. അച്യുതാനന്ദന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ തിളങ്ങുന്ന അധ്യായമായിരുന്നു പൂയംകുട്ടി. 2002 കാടും മേടും കടന്ന് പൂയംകുട്ടിയിൽ നടത്തിയ സന്ദർശനം വി.എസിന് പരിസ്ഥിതി സംരക്ഷകന്റെ പ്രതിച്ഛായ നൽകി. രാഷ്ട്രീയ നേതാവിനപ്പുറം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവേശമായി മാറാൻ വി.എസിനെ തുണച്ചത് ഈ ഗ്രീൻ ഇമേജ് ആയിരുന്നു. ആദിവാസികളെ മുൻനിർത്തി 3000 ഹെക്ടർ വനം കയ്യേറിയ മാഫിയെ നിലയ്ക്കു നിർത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു വി.എസിന്റെ പൂയംകുട്ടി സന്ദർശനം. പൂയംകുട്ടിയിൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാൻ നീക്കം തുടങ്ങിയത് 1985 മുതൽ പ്രതിഷേധവും ആരംഭിച്ചിരുന്നു. പരിസ്ഥിതിക്കുണ്ടായിരുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടി നടത്തിയ സമരം വിജയിച്ചു. പദ്ധതി വേണ്ടെന്ന് വെച്ചു. പിന്നാലെയാണ് പൂയംകുട്ടിയിൽ വനം കയ്യേറ്റം വ്യാപകമായത്. ആദിവാസികളെ മുന്നിൽ നിർത്തി വൻ മാഫിയ കയ്യേറ്റത്തിന് ചുക്കാൻ പിടിച്ചു. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കുടപിടിച്ചു. വനം ഭൂമി വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കി വ്യാജ രേഖകൾ ചമച്ച് അവകാശവും കൈയടക്കി. പൂയംകുട്ടിയിലെ കയ്യേറ്റത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ പ്രചാരണം നടത്തുന്ന കാലം. 2002 വിഷയം മാധ്യമങ്ങളും ഏറ്റെടുത്തു. കയ്യേറ്റത്തിന്റെ വിശദാംശങ്ങൾ വായിച്ചറിഞ്ഞ വി.എസ്. പൂയംകുട്ടി സന്ദർശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2008 മെയ് 28 ആലുവയിൽ നിന്നും വി.എസ്. പൂയംകുട്ടിക്ക് തിരിച്ചു. കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് പൂയംകുട്ടി. കുട്ടമ്പുഴയിൽ നിന്ന് ജീപ്പ് മാത്രമേ പോകൂ. ആരോഗ്യം പോലും അവഗണിച്ച് വി.എസ്. ജീപ്പിൽ കയറി. കല്ലും കുഴികളും നിറഞ്ഞ ടാറിടാത്ത റോഡിലൂടെയായിരുന്നു ദുർഘടമായ ഈ യാത്ര. ജീപ്പ് ചെല്ലുന്ന വഴി കഴിഞ്ഞ് വി.എസ്. കാട്ടിലൂടെ നടന്നു. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും അവഗണിച്ച് കയ്യേറ്റക്കാർ കൈവശം വെച്ച സ്ഥലത്തെത്തി. വനമാകെ നശിപ്പിച്ച് ഏലവും കുറുപുല്ലും നെല്ലും റബ്ബറും വരെ നട്ടുപിടിപ്പിച്ചത് കണ്ടു. കടമാൻകുഴി എന്ന കുത്തന ചെരിവുള്ള പ്രദേശത്തായിരുന്നു വലിയ കയ്യേറ്റം നടന്നത്. അവിടേക്ക് ഇറങ്ങി നടക്കുന്നത് ദുഷ്കരമാണ്. ഒപ്പം ഉണ്ടായിരുന്നവർ വിലക്കിയെങ്കിലും വി.എസ്. അവിടവും നടന്നിറങ്ങി കണ്ടു. കയ്യേറ്റക്കാർ നട്ടുപിടിപ്പിച്ച ഏലം ചെടി പിഴുതെടുത്തു. വനഭൂമിയിലെ നടത്തത്തിനിടെ വി.എസിന്റെ തുടയിൽ അട്ടകടിച്ചു. നടത്തത്തിനിടെ കരിയേലക്കൂട്ടത്തിൽ കിടന്ന പാമ്പിനെ ചവിട്ടാതെ രക്ഷിച്ചതും ഒപ്പമുണ്ടായിരുന്നവരാണ്. രാവിലെ 11 ആരംഭിച്ച വനപരിശോധന മണിക്കൂറുകളോളം നീണ്ടെന്നും ഒപ്പമുണ്ടായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം പറയുന്നുണ്ട്. കയ്യേറ്റത്തെപ്പറ്റി വി.എസ്. വിശദീകരിച്ചതോടെ കേരളം മുഴുവൻ പൂയംകുട്ടി ചർച്ചയായി. അന്ന് വനമന്ത്രിയായിരുന്നു. പിന്നീട് KPCC പ്രസിഡന്റായ കെ. സുധാകരൻ പൂയംകുട്ടി സന്ദർശിച്ചത് വി.എസ്. പറഞ്ഞത് സുധാകരൻ ശരിവെച്ചു. 3000 ഹെക്ടർ സ്ഥലത്ത് കയ്യേറിയത് വിവിധ ഏജൻസികൾ കണ്ടെത്തി. ആദിവാസികളെ ഉപയോഗിച്ച് വനമേഖല വെട്ടിത്തെളിക്കുകയും പിന്നീട് കൈവശപ്പെടുത്തുക എന്ന തന്ത്രമാണ് സംഘടിത ലോബി സ്വീകരിച്ചത്. വ്യാജരേഖകൾ ചമച്ച് അവ കൈമാറും. ഇവയെല്ലാം വി.എസിന്റെ സന്ദർശനത്തോടെ പുറം ലോകം അറിഞ്ഞു. പൂയംകുട്ടിക്ക് 3 മാസം മുമ്പാണ് വി.എസ്. ഇടുക്കിയിലെ മതികെട്ടാൻചോല സന്ദർശിച്ചത്. പൂയംകുട്ടിക്ക് ശേഷം അതിരപ്പിള്ളി, വാഗമൺ, മൂന്നാർ വിഷയങ്ങളും അദ്ദേഹം ഏറ്റെടുത്തു. കയ്യേറ്റത്തിനെതിരെ പൊതുബോധം സൃഷ്ടിക്കാൻ ഇവയിലൂടെ വിപ്ലവസൂര്യനായ വി.എസിന് കഴിഞ്ഞു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച